ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളൊന്നൊരു ഒരു ന്യൂ ഡെമോ ഒരു ആഡ് എങ്ങനെ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യാം, മൊബൈലിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടുണ്ടാവും. ഈ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചത്. ഇതാണ് ആഡ്സ് മാനേജറിന്റെ ഒരു ഇന്റർഫേസ്. ഇത് ഫസ്റ്റ് വരുന്നത് അക്കൗണ്ടിങ്, ഓവർ, ക്യാമ്പയിൻ, ആഡ്സ് റിപ്പോർട്ട്, ഓഡിയൻസ്, ബില്ലിംഗ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ് മാനേജർ, ഓൾ ടൂൾസ്. നമ്മളിൽ ഫസ്റ്റ് കൊടുക്കേണ്ടത് ക്യാമ്പയിൻ ആണ്. ക്യാമ്പയിനിൽ നമ്മൾ പറഞ്ഞെടുത്തു ഈ ലീഡ്സ് പറഞ്ഞാൽ ഒന്ന് ലീഡ്സ്, അവറൻസ്, എൻഗേജ്മെന്റ്, ലീഡ്സ്, സെയിൽ, ആപ്പ് പ്രൊമോഷൻ ആണ് വരിക ഫസ്റ്റത്തെ ലെവലില്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇതിൽ ഇപ്പൊ കിട്ടിയില്ല, ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച കാരണം. ഇനി നിങ്ങൾക്ക് സൂമിൽ ലൈവ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഞാൻ ന്യൂ ഡെമോ എന്ന് പേര് കൊടുത്തു. 3 തൊട്ട് നെയിം കൊടുക്കണം. രണ്ടാമത്തെ ആക്ഷൻ ട്രാഫിക് ആയിട്ടാണ് നടത്തുന്നത്. അതായത് ഒബ്ജക്റ്റീവ്ലി ഞാൻ പറഞ്ഞില്ലേ, ലീഡ്സ്, ആ പ്രൊമോഷൻ, അവറൻസ് കംപ്ലീറ്റ് വരുന്ന ട്രാഫിക് ആണ് എടുത്തേക്കുന്നത്. ടെസ്റ്റും സ്പെഷ്യൽ ആഡ് കാറ്റഗറീസ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പോവാം. ഓക്കെ, ന്യൂ ഡെമോ രണ്ടാമത്തെ നെയിം കൊടുക്കുക. 3 തൊട്ട് നെയിം കൊടുത്ത് രണ്ടാമത്തെ നെയിം കൊടുക്കുക. കോൺവെർസേഷൻ എങ്ങനെ വരുന്നത്, മെസ്സേജ് ഡെസ്റ്റിനേഷൻ വാട്സപ്പിലേക്ക്, ഇൻസ്റ്റാഗ്രാം അത് കണ്ടിട്ടുണ്ടാവും. രണ്ടാമത് വാട്സപ്പിലേക്ക് മാത്രം മെസ്സേജ് ആക്കി സെറ്റ് ചെയ്യുക. മെസ്സേജ് ഡെസ്റ്റിനേഷൻ വീണ്ടും പറയണം, കോൺവെർസേഷൻ, മെസ്സേജ് ഡെസ്റ്റിനേഷൻ അതെല്ലാം ഓട്ടോമാറ്റിക്കൊക്കെ എടുക്കും. ഇതിൽ ഈ 2 വാട്സപ്പ് വന്ന് കിടക്കും. ഓക്കെ, ഈ 2 വാട്സപ്പ് മെസ്സേജിൽ വന്ന് കിടക്കും. അത് ഇതിന്ന് ടിക്ക് ഒഴിവാക്കിയിട്ട് ഇടുക. അല്ലെങ്കിൽ എല്ലാവർക്കും മെസ്സേജ് വന്നിട്ട് ഒരെണ്ണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, അത് കാരണമാണ് പറഞ്ഞത്. ഞാൻ ഇത് ടിക്കറ്റ് കാണിച്ചു, ടിക്ക് ഒഴിവാക്കാം. താഴത്തേക്ക് വരിക, നമ്മുടെ നമ്പർ കൺഫേം ചെയ്യാം കേട്ടോ. ഇവിടുത്തെ നമ്പർ കൺഫേം ചെയ്യാം. ബഡ്ജറ്റ് ഒരു 350 രൂപ ബഡ്ജറ്റ് ആക്കാം. 350 രൂപ ബഡ്ജറ്റ് ആക്കി. ഒരു 5 ദിവസത്തേക്ക് കൊടുക്കാം. 5 ദിവസത്തേക്ക് കൊടുക്കുമ്പോൾ GST അടക്കമാണ്. എൻ്റെ ഡേറ്റ് ഒരു 5 ദിവസത്തേക്ക് കൊടുക്കാം. 15-ാം തീയതി 5 ദിവസത്തേക്ക് കൊടുക്കും. ഓഡിയൻസ് കൺട്രോൾ ഒന്നും ചെയ്യണ്ട, ഇപ്പം ചെയ്യണ്ട. ഓഡിയൻസ് കൺട്രോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട. ഓഡിയൻസ് കൺട്രോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടം ലൊക്കേഷൻ തന്നെ. ഞാൻ തൃശ്ശൂർ മാത്രമേ ചെയ്യണുള്ളൂ. തൃശ്ശൂർ, കൊച്ചി, കാസർഗോഡ് എന്ത് വേണം നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ലൈവ് കണ്ടാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൊടുക്കാണ്. കസ്റ്റംസ് ഓഡിയോ 53, 21 വയസ്സിന് 53 വയസ്സ് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് ഓഡിയൻസിൽ ഞാൻ ഫ്രീലാൻസർ കൊടുത്തിട്ടുണ്ട്. എന്താ പറയാ, സാവ് ഓഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്രീലാൻസർ, സ്മോൾ ബിസിനസ്സുകാർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മൾ പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മാത്രം കൊടുത്താൽ മതി. വേറെ കൊടുക്കാൻ നിൽക്കണ്ട. എമൗണ്ട് ഒരുപാട് കൂടും. എമൗണ്ട് പോരാ പറഞ്ഞവർക്ക് കിടന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ആഡ് റണ്ണാൻ വിളിച്ചെങ്കിൽ 200 വോട്ട് 5 ദിവസത്തിന് മിനിമം ചെയ്യണം. ഒരു വീഡിയോ ആയിട്ട് അറ്റൻഷൻ കിട്ടുന്ന ഒരു ആഡ് കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ ഐഫോൺ എടുക്കാൻ കഴിയുന്നതിന് പരമായി നോക്കുക. 1080 30 MB വീഡിയോ ഫേസ്ബുക്കിൽ ഇടുക. ആ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ വരിക. ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു. നമ്മൾ ചാറ്റ് GPT ആയിട്ടാണ് ഉപയോഗിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നേരെ ചാറ്റ് GPTയിലേക്ക് പോവുക. ടാർഗറ്റ് ഓഡിയൻസിനെ ഇതിൽ വന്നിട്ടുണ്ടാവും. ടാർഗറ്റ് ഓഡിയൻസ് സെറ്റ് ചെയ്തതിൻ്റെ വീഡിയോ ആണിത്. ഓക്കെ, അങ്ങനെ ഇന്ന് എടുക്കുക, നേരെ പോവുക, നെക്സ്റ്റ് കൊടുക്കുക. 3ാമത്തെ ആഡ് നെയിം കൊടുക്കുക. ഡെമോ ന്യൂ ഡെമോ എന്ന് കൊടുത്താൽ മതി. എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സക്സസ് മീഡിയ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സക്സസ് മീഡിയ കൊടുത്ത് നോക്കുകയാണ്. അപ്ലോഡ് മാനുവലാണ്. ഈ ക്രിയേറ്റീവ് എടുക്കുക. ആഡ് ക്രിയേറ്റീവ് ആണ് എടുക്കേണ്ടത്. മാനുവൽ അപ്ലോഡാണ് അവിടെ കൊടുക്കേണ്ടത്. ആദ്യം മുതലൊന്നും പറയാം. പേര് കൊടുത്തു, പാർട്ണർഷിപ്പ് പേര് കൊടുക്കേണ്ട ആവശ്യമില്ല. ഐഡന്റിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഫേസ്ബുക്ക് പേജ് ഇതാണ്, ഇൻസ്റ്റാഗ്രാം പേജ് ഇതാണ്. നമ്മൾ നോക്കുക. എന്നിട്ട് ക്രിയേറ്റ് കാറ്റലോഗ് ഡ്രൈവ്, സെയിൽസ് അതൊന്നും വേണ്ട. അത് കൊടുക്കാം. നമ്മൾ ആഡ് പൈസ വരാതെ വരും. മാനുവലി അപ്ലോഡ് ആക്കാം. സിംഗിൾ ഇമേജിൻ്റെ വീഡിയോ ഫോർമാറ്റ് ഇത് കൊടുക്കാം. ഏത് സെറ്റപ്പ്, ഇമേജ്, വീഡിയോ
എനിക്ക് ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മീഡിയയിൽ നമ്മുടെ വീഡിയോസ് ഉണ്ടാവുന്നില്ല. അതായത് ആദ്യം നിങ്ങൾ ഫേസ്ബുക്കിൽ ഇത് അപ്ലോഡ് ചെയ്തിടുക, വെറുതെ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുത്തിട്ട്, വെറുതെ അല്ല, ക്യാപ്ഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്യാപ്ഷൻ കൊടുത്തിട്ട് ഇടുക. ഓക്കെ, ഞാൻ ഹെഡ്ലൈൻസ് ജസ്റ്റ് വെറുതെ AI എന്ന് കൊടുക്കണല്ലോ, ഡിസ്ക്രിപ്ഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം കൊടുക്കണല്ലോ. ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഇത് ഞാൻ കാണിച്ചൊരു വീഡിയോ വരുമ്പോൾ ഇതെടുക്കാം. ഈ ട്രിമ്മ് ക്രോപ്പ് എൻഹാൻസ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാണ്ടാ ഇതിൽ എന്റെ വീഡിയോ കുറെ ഉണ്ട്, അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തു മീഡിയ, ബാക്കിയുള്ളതൊക്കെ നെക്സ്റ്റ് കൊടുക്കുക. എൻഹാൻസ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ നിർബന്ധിച്ച് ചെയ്യിക്കും കമ്പ്യൂട്ടറിലെ കാരണം. പബ്ലിഷ് ചെയ്യാം. ഇതിൽ വേറൊരു കാര്യമുണ്ട്, ഇതിലിങ്ങനെ എഡിറ്റ് മീഡിയ പറയണോ, എഡിറ്റ് പ്ലേസ്മെന്റ്, ഫൈനാൻസ് സ്ഥലത്താണ് പ്ലേസ്മെന്റ്. അപ്പൊ നമ്മള് ഇതിൽ കറക്റ്റ് കാണാനായിട്ട് വേണം, വാട്സപ്പ് ഇങ്ങനെ വരുന്നത് കാണാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ കറക്റ്റായിട്ട് കാണാം. കറക്റ്റായിട്ട് കാണാം. ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ ഇങ്ങനെ വരും, വാട്സപ്പിൽ ഇങ്ങനെ വരും. ഇത് സേവ് ചെയ്യാം. പബ്ലിഷ് കൊടുക്കുക. ഇത്രയുള്ള ഫേസ്ബുക്കിൽ ഒരു ഇതിൻ്റെ ആവശ്യം. ഓക്കെ, പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ഡെമോയുടെ ഡ്രാഫ്റ്റ് ആവും, പിന്നെ റിവ്യൂ ആവും, പിന്നെ ആക്റ്റീവ് ആവും. ഇത്രയുള്ള സംഭവം. ഇനി നിങ്ങൾ സൂമിൽ ഞാൻ ലൈവ് ആഡ് ചെയ്യും. അപ്പോൾ ലൈവ് ആഡ് നിങ്ങൾ കാണുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പം ക്ലിയർ ചെയ്യാം. ഓക്കെ, ഡിലിറ്റ് ചെയ്യണം, എന്തെങ്കിലും അക്കൗണ്ടിൽ ക്യാഷ് എടുക്കേണ്ടത് അത് പോവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ. നമുക്ക് അടിപൊളിയായി പോകണം. നിങ്ങൾക്ക് ഒരു ജോലിയായിട്ട് ഇത് എടുക്കാം, നിങ്ങളുടെ ബിസിനസ്സിൽ ഫ്രീ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ.